ഹലോ. 2022 സെപ്റ്റംബറിൽ ദുൽഖർ സൽമാൻ നായകനായി വന്ന ഹിന്ദി സിനിമയാണ് ചുപ് റിവെഞ്ച് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ആർ ബാൽക്കി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ആ സിനിമ പറയുന്നത് കാശ് വാങ്ങി ഫിലിം റിവ്യൂ ചെയ്യുന്നവരെല്ലാം കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറുടെ കഥയായിരുന്നു. ഞാൻ ഇപ്പോൾ എന്തിനാണ് ആ സിനിമയെ പറ്റി പറയുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ സിനിമയുടെ പ്രൊമോഷനോടനുബന്ധിച്ച് ദുൽഖർ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത്. എന്തിനേറെ പറയുന്നു, മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടി ചർച്ച വരെ ഈ ഇന്റർവ്യൂവിൽ ദുൽഖർ പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റിയായിരുന്നു. ഭർദ്വാജ് രംഗൻ ചെയ്ത ഈ ഇന്റർവ്യൂ ഗലാട്ട പ്ലസ് എന്നൊരു യൂട്യൂബ് ചാനലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ആ ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങൾ ഇവിടെ വെച്ചാൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആ ഇന്റർവ്യൂവിൽ ആദ്യം ദുൽഖർ പറഞ്ഞത് സെക്കൻഡ് ഷോ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ സിനിമാ ഫീൽഡിലേക്ക് വരണോ വേണ്ടയോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. കുറെ അധികം ചിന്തിച്ചതിന് ശേഷമാണ് താൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് എന്നാണ്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് മമ്മൂക്കയുടെ മകൻ എന്നൊരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു ഇമേജ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന അനോണിമിറ്റി, ആരും അറിയാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, നമുക്ക് ഫ്രീ ആയിട്ട് എന്തും ചെയ്യാം, ഫ്രീ ആയിട്ട് കറങ്ങാം, അതിനെ അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷം, സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്രീഡം, ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. കൂടുതൽ പേർ തിരിച്ചറിയാൻ തുടങ്ങും. അപ്പോൾ തനിക്ക് ഫ്രീ ആയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് തന്റെ ഇമോഷൻസ് പബ്ലിക്കിൽ കാണിക്കാൻ സാധിക്കില്ല, ഫ്രീ ആയിട്ട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സിനിമയിൽ വരണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഏറെ ചിന്തിച്ചതിന് ശേഷമാണ് സെക്കൻഡ് ഷോയിലേക്ക് വരുന്നതും സെക്കൻഡ് ഷോ എന്ന സിനിമ ചെയ്യുന്നതും. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ ദുൽഖർ പറയുന്നത്, അതല്ലെങ്കിൽ ഈ ചർച്ചകൾ വരാൻ കാരണമായിട്ടുള്ള കാര്യം, മമ്മൂക്കയുടെ മകൻ എന്ന ഐഡന്റിറ്റിയെ പറ്റി അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് മമ്മൂക്കയുടെ മകൻ എന്ന ഐഡന്റിറ്റി പലപ്പോഴും ഭാരമായി തീരുന്നു. പ്രത്യേകിച്ച് മലയാളത്തിലേക്ക് വരുമ്പോൾ മമ്മൂക്കയുടെ മകൻ എന്ന ഐഡന്റിറ്റിയാണ് അദ്ദേഹത്തിന് കൂടുതൽ പേർ നൽകുന്നത്. ദുൽഖർ സൽമാൻ എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ആ ഐഡന്റിറ്റി അവിടെ നഷ്ടമാകുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിലെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ദുൽഖർ എന്നൊരു പേരുണ്ട്. പക്ഷേ അതിലുപരി, അതിൽ മുകളിൽ നിൽക്കുന്നത്, മുഴച്ചു നിൽക്കുന്നത് മമ്മൂക്കയുടെ മകൻ എന്ന ഇമേജ് ആണ്. അത് അദ്ദേഹത്തിന് പലപ്പോഴും ഭാരമുണ്ടാക്കുന്നു. സെക്കൻഡ് ഷോയ്ക്ക് ശേഷം കുറെ അധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചുവെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ അച്ഛന്റെ തണലിൽ ആണ് എന്നൊരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ആണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അതേസമയം ഈ ഫീൽ, ഈ ഇമേജ് തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ അഭിനയിക്കുമ്പോൾ തനിക്കുണ്ടാകുന്നില്ല. ആ ഒരു ഭാരം തനിക്കുണ്ടാകുന്നില്ല. അവിടെ താൻ ദുൽഖർ സൽമാൻ തന്നെയാണ്. അവിടെ ആരും തന്നെ മമ്മൂക്കയുടെ മകൻ എന്ന ലേബലിൽ കാണുന്നില്ല. തനിക്ക് വേണ്ടത് അത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റും, അദ്ദേഹം പറഞ്ഞു തമിഴ്, തെലുങ്ക് സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അവിടെ നിന്ന് തനിക്ക് ദുൽഖർ സൽമാൻ എന്ന വ്യക്തി എന്ന നിലയിൽ സ്നേഹം കിട്ടാറുണ്ട്. പക്ഷെ ആ സിനിമകളിൽ അഭിനയിക്കുമ്പോഴും ആ സിനിമകളുടെ പോസ്റ്റ് വരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റുകൾക്ക് താഴെ എൻ്റെ സ്വന്തം സ്റ്റേറ്റിലുള്ള, അദ്ദേഹം പറയുന്നതാണ്, തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും തനിക്ക് സ്നേഹം കിട്ടുമ്പോൾ തൻ്റെ സ്വന്തം സ്റ്റേറ്റായ കേരളത്തിൽ നിന്ന് തനിക്ക് നെഗറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ ഒരു കൂട്ടമായിട്ട് വന്ന്, ഒരു ഗ്രൂപ്പായിട്ട് വന്ന ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഇടുകയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് തനിക്കറിയില്ല. മമ്മൂക്കയുടെ മകൻ എന്നുള്ള ഇമേജ് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും റീസണും കൊണ്ടാണോ എന്തോ അറിയില്ല. ഏതോ അജണ്ട ഉണ്ടോ, എന്തെങ്കിലും പ്രൊപ്പഗണ്ട ഉണ്ടോ, ഒന്നും തനിക്കറിയില്ല. പക്ഷേ ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ ഇങ്ങനെയുള്ള കമന്റ് കാണുമ്പോഴാണ് എനിക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാൻ മടി തോന്നുന്നത്. അതുകൊണ്ടുകൂടി ആണ് താൻ മലയാളം സിനിമകളിൽ അഭിനയിക്കാത്തത് എന്നാണ്. അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്, എസ്പെഷ്യലി ദുൽഖർ സൽമാൻ ഫാൻസ്, അവരാണ് ഏറ്റവും കൂടുതൽ കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ടത്. കാരണം അവർ അദ്ദേഹത്തിന് കുഞ്ഞിക്ക എന്നൊരു പേര് നൽകിയിട്ടുണ്ട്. മമ്മൂക്ക പോലെ പ്രാസമൊപ്പിച്ച് കുഞ്ഞിക്ക എന്നൊരു പേരും കൂടെ നൽകിയിട്ടുണ്ട്. അതായത് എല്ലാ കാലത്തും അദ്ദേഹം മമ്മൂക്കയുടെ തണലിൽ തന്നെ കഴിയണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്നത്? അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ട്. അദ്ദേഹം ക്രിയേറ്റ് ചെയ്തൊരു ഇമേജ് ഉണ്ട്. അദ്ദേഹം വേറൊരു എൻറ്റിറ്റിയാണ്. അപ്പൊ അതിനുള്ള വാല്യൂ, അദ്ദേഹം ചെയ്യുന്ന ഹാർഡ് വർക്കിനുള്ള വാല്യൂ നിങ്ങൾ കൊടുക്കണ്ടേ? നിങ്ങൾ എപ്പോഴും മമ്മൂക്കയുടെ മകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വമാണ് നഷ്ടപ്പെടുന്നത്. അത് തന്നെയാണ് ദുൽഖറിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, വിനീത് ശ്രീനിവാസൻ എന്ന നടൻ, ഗായകൻ, ശ്രീനിവാസൻ എന്ന മഹാനടന്റെ, തിരക്കഥാകൃത്തിന്റെ മകനാണ്. പക്ഷെ ആ ഐഡന്റിറ്റി അദ്ദേഹം ആദ്യത്തെ സിനിമയിൽ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. തനിക്കൊരു പ്ലാറ്റ്ഫോം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രീനിവാസന്റെ മകൻ എന്ന ലേബൽ അദ്ദേഹം ഉപയോഗിച്ചത്. അതിനുശേഷം അദ്ദേഹം എപ്പോഴും വിനീത് ശ്രീനിവാസൻ എന്നൊരു ഐഡന്റിറ്റി, ആ ഇമേജിലാണ് നിലകൊണ്ടിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ സിനിമ വരുമ്പോൾ
വിനീത് ശ്രീനിവാസന്റെ സിനിമ വരുന്നു എന്നാണ് പറയുന്നത്. അതല്ലാതെ ശ്രീനിവാസന്റെ മകൻ ചെയ്തത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് കൂടുതൽ വാല്യൂയോ കൂടുതൽ കൺസിഡറേഷനോ കൊടുക്കുന്നില്ല. സിനിമ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം ഹിറ്റായി, പക്ഷെ അത് ക്രിഞ്ചാണെന്നുള്ളത് ആൾക്കാർ പറയുന്നുണ്ട്. അത് ക്രിഞ്ചാന്നുള്ളത് തുറന്നു പറയുമ്പോൾ അവിടെ വിനീത് ശ്രീനിവാസന്റെ മകനായതുകൊണ്ട് പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നും ആരും കൊടുക്കുന്നില്ല. അതായത് ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ സ്വന്തമായിട്ടൊരു ഇമേജ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി. ദുൽഖർ സൽമാൻ എത്ര സിനിമ ചെയ്തിട്ടും ഇപ്പോഴും ആ ഫാദറിന്റെ ഇമേജിൽ, ആ അദ്ദേഹത്തിന്റെ തണലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ജുംബ ലാഹിരിക്ക് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ ഒരു ബുക്കുണ്ട്, ദ നെയിം സേക്ക്. ആ നെയിം സേക്ക് എന്നൊരു ബുക്ക് പറയുന്നത് ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ളൊരു സംഭവത്തെയാണ്. ഓരോരുത്തരും സ്വന്തം ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ, സ്വന്തമായിട്ടൊരു ഇമേജ് ഉണ്ടാക്കാൻ, സ്വന്തമായിട്ടൊരു വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോ മറ്റൊരാളുടെ തണലിൽ, മറ്റൊരാളുടെ ഇമേജിലാണ് താൻ കഴിയുന്നത് എന്നുള്ള ബോധം അയാളിൽ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ അയാളിൽ ഒരു അപകർഷതാബോധമോ ഒരു ഇൻസെക്യൂരിറ്റിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ദുൽഖർ സൽമാൻ നേരിടുന്ന പ്രശ്നങ്ങൾ രണ്ടാണ്. ഒന്ന്, തന്റെ ഫാദറിന്റെ ഇമേജിൽ നിന്ന് അദ്ദേഹത്തിന് ഇതുവരെ പുറത്തു കടക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തത്, മമ്മൂക്കയുടെ മകൻ ആണ് എന്നുള്ളതുകൊണ്ടോ മറ്റോ കൂട്ടമായിട്ടുള്ള ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു. ഇത്തരം രണ്ട് കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് അന്യഭാഷകളിൽ അഭിനയിക്കുക എന്നത്. അവിടെ ഇൻഫാക്ട് മമ്മൂക്കയേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമേജ് അദ്ദേഹത്തിനുണ്ട്. ഞാൻ തെലുങ്ക് തമിഴിന്റെ കാര്യം പറയുന്നില്ല, പക്ഷേ ബോളിവുഡിൽ ചെല്ലുമ്പോൾ മമ്മൂക്കയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഇല്ല. ഓക്കെ, ബോളിവുഡിലുള്ളവരും നോർത്ത് ഇന്ത്യൻസും ഒക്കെ മമ്മൂക്കയെ തിരിച്ചറിയുന്നുണ്ടാവും, മമ്മൂട്ടി എന്ന നടനെ അറിയാമായിരിക്കാം. പക്ഷേ ദുൽഖർ സ്വന്തമായിട്ടൊരു കസേര അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദുൽഖർ സൽമാന് മറ്റൊരാളുടെ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഇപ്പോൾ ആർ ബാൽക്കി എന്ന അക്ലെയിംഡ് ഡയറക്ടർ അയാളെ വെച്ച് സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ അതിനുള്ള സ്റ്റാച്യൂർ ഉണ്ട്, അതിനുള്ള ഐഡന്റിറ്റി ഉണ്ട് അയാൾക്ക്. മമ്മൂക്കയുടെ പുത്രൻ എന്നുള്ള ഐഡന്റിറ്റി അവിടെ എവിടെയും യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം തമിഴ്, തെലുങ്ക്, ഹിന്ദിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിലേക്ക് മടങ്ങി വരാത്തത്. ഇടയ്ക്ക് അദ്ദേഹം മടങ്ങി വരാൻ ശ്രമിക്കും. അദ്ദേഹത്തിന് കിട്ടുന്ന സ്ക്രിപ്റ്റുകൾ കിങ് ഓഫ് കൊത്ത പോലുള്ള മെഗാ സീരിയലുകളാണ് എന്നാണ് ഒരു കഷ്ടം. അപ്പോൾ എനിക്ക് ദുൽഖറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹം സ്ക്രിപ്റ്റ് സെലക്ഷനിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനും അദ്ദേഹത്തിന്റെ വേഫെയറർ ഫിലിംസിന് സ്ക്രിപ്റ്റ് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് 2-3 സ്റ്റേജ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. 2-3 സ്റ്റേജിന് ശേഷമാണ് ദുൽഖറിലേക്ക് അത് എത്തുന്നത്. ഇത്രയും സ്റ്റേജിൽ റിവ്യൂ നടന്നിട്ടും എന്തുകൊണ്ട് ദുൽഖറിന് കിട്ടുന്ന സിനിമകൾ ഇങ്ങനെയാവുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ദുൽഖർ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്, ഈ ഇന്റർവ്യൂ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ നെപ്പോട്ടിസം എന്നത് വലിയൊരു പ്രശ്നമാണ്. നെപ്പോ കിഡായ വിനീത് ശ്രീനിവാസൻ പ്രണവ് മോഹൻലാലിനെ അച്ഛന്റെ തണലിലേക്ക് തളച്ചിടാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹം ഹൃദയം എന്ന സിനിമ എടുത്താലും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ എടുത്താലും രണ്ടിലും പ്രണവ് മോഹൻലാലിനെ കൊണ്ട് മോഹൻലാലിന്റെ മാനറിസങ്ങളും അദ്ദേഹത്തിന്റെ ഭാവങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെ വീണ്ടും വീണ്ടും ലാലേട്ടന്റെ ഭാവങ്ങൾ കൊണ്ടുവരുത്തി ഇദ്ദേഹം ലാലേട്ടന്റെ മകനാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ പ്രണവ് മോഹൻലാലിന്റെ സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി ഇയാൾ കളയുകയാണ്. അതുകൊണ്ട് വിനീത് ശ്രീനിവാസൻ ഇനിയെങ്കിലും ആ പരിപാടി നിർത്തണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലാലേട്ടൻ ഫാൻസിന്റെ സപ്പോർട്ട് കിട്ടുമായിരിക്കാം, സിനിമയ്ക്ക് അത് ഗുണം ചെയ്യുമായിരിക്കാം. പക്ഷേ പ്രണവ് മോഹൻലാൽ എന്ന ആ വ്യക്തിക്ക് അത് ദോഷമാണ്. അയാൾക്ക് സ്വന്തമായിട്ടൊരു ഇമേജ് ഉണ്ട്, സ്വന്തമായിട്ടൊരു അഭിനയ ശൈലിയുണ്ട്. അതിൽ തന്നെ അയാൾ അഭിനയിച്ചോട്ടെ. അയാൾ അഭിനയം ഇംപ്രൂവ് ആകാനുണ്ട്. അയാൾ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല എന്നാണ് നമ്മൾക്ക് മീഡിയ റിപ്പോർട്ട്സ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അയാൾക്ക് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനാണ് എന്നും താല്പര്യം. ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയ ആളാണ്. പാപനാശത്തിലും ജിത്തു ജോസഫിനൊപ്പം ഒക്കെ അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ പിന്നണിയിൽ നിൽക്കാൻ ആണ് അയാളുടെ താല്പര്യം. പക്ഷേ കുടുംബാംഗങ്ങളും മറ്റുള്ളവരും പ്രഷറൈസ് ചെയ്താണ് അദ്ദേഹം അഭിനയത്തിലേക്ക് വരുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു അഭിനയ ശൈലി അദ്ദേഹം ഉണ്ടാക്കിക്കൊള്ളട്ടെ. പിന്നെയും ലാലേട്ടന്റെ ഭാവങ്ങൾ കുത്തിനിറച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുകളിൽ ഈ മുദ്ര പതിപ്പിക്കുന്നത്? ഇത് ലാലേട്ടന്റെ മകനാണ്, ലാലേട്ടന്റെ മകൻ. ഓക്കെ, ലാലേട്ടന്റെ മകനാണ്, ഫസ്റ്റ് സിനിമയിൽ മാത്രം മതി അത്. അതിനുശേഷം പ്രണവ് മോഹൻലാൽ എന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്, ഒരു വ്യക്തിയാണ്, ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്. ഈ ദുൽഖർ സൽമാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഭാവിയിൽ പ്രണവിനും നേരിട്ടേക്കാം. അത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും അയാൾ ചെയ്യുന്ന സിനിമകളിൽ അയാളുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി കൊണ്ടുവരേണ്ടതാണ്. അപ്പോ ദുൽഖർ സൽമാൻ എന്തുകൊണ്ട് മലയാളത്തിലേക്ക് മടങ്ങി വരുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഇന്റർവ്യൂ. അതോടൊപ്പം തന്നെ തന്റെ ഫാദറിന്റെ ഇമേജ് തനിക്ക് മുകളിൽ വലിയൊരു ബാഗേജായി നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ദുൽഖർ നമ്മളോട് പറയുകയാണ്.